ഹായ്, ഇന്ന് നമ്മൾ +1 ആദ്യ പാഠമായ സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ പഠിച്ചു തീർക്കാം എന്നതാണ് നോക്കുന്നത്. വളരെ കുറഞ്ഞ സമയം എന്ന് പറയുമ്പം നിങ്ങൾക്ക് അത്ഭുതപ്പെടാവുന്ന തരത്തിലുള്ള അത്രയും കുറഞ്ഞ സമയത്തെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് എല്ലാ കോൺസെപ്റ്റിലേക്കും ഒന്ന് എത്തിപ്പോകുന്ന പോലെ നമുക്ക് പറഞ്ഞു പോകാം. ആദ്യം എന്താണ് സെറ്റ് എന്നതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്. എന്താണ് സെറ്റ്? സെറ്റ് എന്ന് പറയുന്നത് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ്, അതൊരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആണ്. എന്താണ് വെൽ ഡിഫൈൻഡ് കളക്ഷൻ? കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം ഒരു സെറ്റിന്റെ ഉള്ളിൽ ആരൊക്കെ ഇൻക്ലൂഡഡ് ആവണം, ആരൊക്കെ ഇൻക്ലൂഡഡ് ആവരുത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ധാരണ കൊടുക്കുന്ന വെൽ ഡിഫൈൻഡ് ആയ ഒരു ഡിസ്റ്റിങ്ക്റ്റ് കളക്ഷൻ ആണ് എന്നു പറയുന്നത് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വെൽ ഡിഫൈൻഡ് ആയിരിക്കണം, ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്റ്റുകളുടെ കളക്ഷൻ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ സെറ്റ് എന്ന് പേര് വിളിക്കാം. എക്സാമ്പിൾ ആയിട്ട് ഈ പറയുന്നതിൽ ഏതൊക്കെയാണ് സെറ്റുകളായത്, ഏതൊക്കെയാണ് സെറ്റുകൾ അല്ലാത്തത് എന്ന് നമുക്ക് നോക്കാം. ഇതിൽ സെറ്റുകളായത് ഒന്ന്, ദ കളക്ഷൻ ഓഫ് മന്ത്സ് ഓഫ് എ ഇയർ ബിഗിനിങ് വിത്ത് ലെറ്റർ ജെ. ജെ വെച്ച് തുടങ്ങുന്ന മാസങ്ങളെയൊക്കെ നമ്മളൊരു കളക്ഷൻ ആയിട്ട് എഴുതിയാൽ അത് സെറ്റായിരിക്കുമോ? സെറ്റായിരിക്കും. കാരണം ജനുവരി ജെ വെച്ചാണ് തുടങ്ങുന്നതെന്നും ഫെബ്രുവരി ജെ വെച്ചല്ല തുടങ്ങുന്നതെന്നും നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് ഇതൊരു സെറ്റാണ്. ഇനി കളക്ഷൻ ഓഫ് 10 മോസ്റ്റ് ടാലന്റഡ് റൈറ്റേഴ്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ കുറെ റൈറ്റർമാരുണ്ട്. ആ റൈറ്റർമാരിൽ മോസ്റ്റ് ടാലന്റഡ് ആരാണെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ഒരു നല്ല റൈറ്റർ ആണ് എന്ന അഭിപ്രായം ഉള്ളവരും ഇല്ലാത്തവരും നമുക്ക് കാണും. വീരേന്ദ്രകുമാർ നല്ല റൈറ്റർ ആണെന്നും റൈറ്റർ അല്ല എന്നും അഭിപ്രായമുള്ള ആളുകൾ നമുക്കിടയിൽ കാണും. അപ്പം ടാലന്റഡ് എന്നൊക്കെ പറയുമ്പം പല ആളുകൾക്കും പല അഭിപ്രായമായിരിക്കും എന്നുള്ളതുകൊണ്ട് നമുക്ക് അതിനൊരു സെറ്റായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് സെറ്റല്ല. ദ കളക്ഷൻ ഓഫ് ബോയ്സ് ഇൻ യുവർ ക്ലാസ്. സംശയമൊന്നുമില്ല, നമ്മുടെ ക്ലാസ്സിലെ ആൺകുട്ടികൾ ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം എന്നുള്ളതുകൊണ്ട് പെൺകുട്ടികൾ ആരൊക്കെയാണ് ആൺകുട്ടികൾ ആരൊക്കെയാണ് തിരിച്ചറിയാൻ നമുക്ക് എല്ലാവർക്കും പറ്റും എന്നുള്ളതുകൊണ്ട് നമുക്കതിനെ സെറ്റ് എന്ന് പറയാം. കളക്ഷൻ ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 100. 100-ൽ താഴെയുള്ള നാച്ചുറൽ നമ്പറുകൾ നമുക്കറിയാം. 1 തുടങ്ങി 99 വരെ എഴുതുന്ന സംഖ്യകളാണ് അവര് എന്നുള്ളത് നമുക്കറിയാം. 101 ആ ലിസ്റ്റിൽ പെടുത്താൻ പറ്റില്ല എന്നുള്ളതും -1 ആ ലിസ്റ്റിൽ പെടുത്താൻ പറ്റില്ല എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് അവര് സെറ്റാണ്. അപ്പൊ ഇയാള് ഒരു സെറ്റാണ്. കളക്ഷൻ ഓഫ് നോവൽസ് റിട്ടൺ ബൈ ബെന്യാമിൻ. ഒരു പുസ്തകം എടുത്തു കഴിഞ്ഞാൽ, ഒരു നോവൽ എടുത്തു കഴിഞ്ഞാൽ ബെന്യാമിൻ എഴുതിയതാണോ, റൈറ്റർ ബെന്യാമിൻ എഴുതിയതാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ആ പുസ്തകത്തിന് മേലെ അതിന്റെ പേരുണ്ടാവും. ആ പേര് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് അതൊരു സെറ്റാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇത്രയാണ് അതിൽ പറയാനുള്ളത്. ഇനി കുറച്ച് ഡിഫൈൻഡ് സെറ്റുകൾ, പ്രീ ഡിഫൈൻഡ് സെറ്റുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒന്ന് n, നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞ n എന്ന് പറയുന്ന നാച്ചുറൽ നമ്പേഴ്സ്. z എന്ന പേരുള്ളത് ഇൻഡീജേഴ്സ്. റാഷണൽ നമ്പേഴ്സ് എന്ന പേരുള്ളത് p/q ഫോമിൽ എഴുതുന്ന ആളുകളെയൊക്കെ നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്നാണ് പേര് വിളിക്കുക. അതായത് 2/3, 5/7, 1, 3 ഓഫ് കോഴ്സ്, കാരണം 3/1, 1/1 എന്നൊക്കെ എഴുതാൻ പറ്റുന്നതുകൊണ്ട് അവരെയൊക്കെ നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്നാണ് പേര് വിളിക്കുക. അടുത്തത് റിയൽ നമ്പേഴ്സ്. ആർ എന്ന് വിളിക്കുന്നത് റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാ നമ്പറുകളും എന്ന് നമ്മൾ എപ്പോഴെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് റിയൽ നമ്പേഴ്സ് ആണ്. അതിൽ എല്ലാ നമ്പറുകളും ഉൾപ്പെടും എന്ന് മനസ്സിലാക്കാം. റിയൽ അല്ലാത്ത നമ്പറുകളെ കുറിച്ച് നമുക്കൊരു പാഠം പഠിക്കാനുണ്ട്. ആ പാഠത്തിൽ എത്തുമ്പോഴാണ് നമുക്ക് റിയൽ അല്ലാത്ത നമ്പറുകൾ ആരാണ് എന്ന് തോന്നുന്നത്, മനസ്സിലാവുന്നത്. അടുത്തത് സെറ്റ് പ്ലസ്. സെറ്റ് പ്ലസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ് സെറ്റ് പ്ലസ്. ആർ പ്ലസ് എന്ന് പറയുന്നത് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ് ആർ പ്ലസ് എന്ന് പറയുന്നത്. ഈ പേരുകളാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അടുത്തത്, 2 ഫോമുകളിലാണ് നമുക്കൊരു സെറ്റുകളെ എഴുതാൻ സാധിക്കുക. 2 ഫോമുകളിലാണ് നമുക്കൊരു സെറ്റുകളെ എഴുതാൻ സാധിക്കുക. അതിൽ ഒരു ഫോമിന്റെ പേരാണ് സെറ്റ് ബിൽഡർ ഫോം. സെറ്റ് ബിൽഡർ ഫോം. സെറ്റ് ബിൽഡർ ഫോമും പിന്നെ ഒന്ന് റോസ്റ്റർ ഫോമും. പിന്നെ റോസ്റ്റർ ഫോമും. വലുതാക്കി എഴുതണം എന്നൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, വലുതാക്കി എഴുതാൻ ശ്രമിക്കാം. സെറ്റ് ബിൽഡർ ഫോമും റോസ്റ്റർ ഫോമും. അപ്പൊ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സെന്റൻസിലൊക്കെ എഴുതുന്നതിനെയാണ് സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുക. നമ്മളിങ്ങനെ കോമട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ റോസ്റ്റർ ഫോം എന്ന് പറയുക. അപ്പൊ എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത്? സെറ്റ് ഓഫ് ഓൾ എക്സ്. ഇതെങ്ങനെയാണ് വായിക്കുക? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്. ആ 2 കുത്തിനെ വായിക്കുന്ന പേരാണ് സച്ച് ദാറ്റ്. അപ്പൊ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻറ്റീജർ. സെറ്റ് ഓഫ് ഓൾ എക്സ് എന്ന് പറയുമ്പോൾ എല്ലാ എക്സുകളുടെയും കൂട്ടം.
സച്ച് ദാറ്റ് എങ്ങനത്തെ എക്സുകളാണെന്ന് വെച്ചാൽ എക്സ് ഈസ് എൻ ഇൻറ്റീജർ, എക്സ് ഒരു ഇൻറ്റീജർ ആയിരിക്കണം. ആൻഡ് -3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 7, -3ക്കും 7നും ഇടയിലുള്ള ആളുകളായിരിക്കണം. അപ്പൊ -2 തൊട്ട് -3 പറ്റില്ല, -2 തൊട്ട് -1 -0 -1 2 3 4 5 6 7 പറ്റില്ല. അപ്പൊ 6ൽ അവസാനിപ്പിച്ച് എഴുതി കഴിഞ്ഞാൽ അതതിന്റെ റോസ്റ്റർ ഫോമായി. അടുത്തത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്, എല്ലാ എക്സുകളും വേണം. സച്ച് ദാറ്റ് എങ്ങനത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഈസ് എ 2 ഡിജിറ്റ് നമ്പർ, നമ്മൾ എഴുതാൻ പോകുന്ന നമ്പർ ആ ഒരു 2 ഡിജിറ്റ് നമ്പർ ആയിരിക്കണം, 2 ഡിജിറ്റ് നാച്ചുറൽ നമ്പർ ആയിരിക്കണം. സച്ച് ദാറ്റ് പോരാത്തതിന് സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ്സ് ഈസ് 8, അതിന്റെ ഡിജിറ്റുകൾ 8 ആയിരിക്കുകയും വേണം. അപ്പോൾ 2 ഡിജിറ്റുകൾ തുടങ്ങുന്നത് 10ലാണ്. 10 എന്ന് പറയുമ്പോൾ 1 2 ഡിജിറ്റ് നമ്പറിന്റെ തുടക്കത്തിൽ വരിക. അപ്പൊ 17 പറ്റും, 2 തുടങ്ങുമ്പം 26 പറ്റും, 3 തുടങ്ങുമ്പോൾ 35 പറ്റും. കാരണം ഇതിന്റെ ഒക്കെ ഡിജിറ്റ് സമ്മുകൾ 8 ആണ്. 17 7 1 8 2 6 8 3 5 8 4 4 8 5 3 8 6 2 8 7 1 8 8 0 8. 0 8 നമുക്ക് എഴുതാൻ പറ്റില്ല, കാരണം അത് 1 ഡിജിറ്റ് നമ്പർ ആണ്. അപ്പൊ ഇതൊക്കെയാണ് 8 ഡിജിറ്റ് സമ്മുകൾ വരുന്ന 2 ഡിജിറ്റ് നമ്പറുകളുടെ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ട ആള് എന്ന് പറയുന്നത്. അടുത്ത എക്സ് ഇസ് എ പ്രൈം നമ്പർ വിച്ച് ഡിവൈഡ്സ് 60. 60യെ ഡിവൈഡ് ചെയ്യുന്ന പ്രൈം നമ്പറുകൾ. 60യെ നമുക്കൊന്ന് ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. 60യെ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ 2 കൊണ്ട് ചെയ്യുമ്പോൾ 30 എന്നും, 2 കൊണ്ട് ചെയ്യുമ്പോൾ വീണ്ടും 15 എന്നും, 3 കൊണ്ട് ചെയ്യുമ്പോൾ 5 എന്നും ആയിരിക്കും നമുക്ക് കിട്ടുക. അതുകൊണ്ട് അതിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 2 3 5. ഒരു കാരണവശാലും 2 വട്ടം എഴുതരുത്, ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സെറ്റുകൾ. അപ്പൊ അതുകൊണ്ട് 2 3 5 2നെ ഒരു വട്ടം മാത്രമേ എഴുതാൻ പാടുള്ളൂ. സെറ്റ് ഓഫ് ഓൾ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് അംബാനെ. അംബാനെ എന്ന് പറയുന്ന വാക്കിന്റെ ഉള്ള ലെറ്ററുകളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എ നമ്മൾ ഒരു വട്ടം എഴുതി, എം ഒരു വട്ടം എഴുതി, ബി ഒരു വട്ടം എഴുതി, എ വീണ്ടും എഴുതേണ്ട കാര്യമില്ല, അപ്പൊ എ എഴുതിയില്ല. വീണ്ടും എ എഴുതേണ്ട കാര്യമില്ല, എഴുതിയില്ല. എൻ ഒരു വട്ടം എഴുതി, ഇ ഒരു വട്ടം എഴുതി. അപ്പോൾ എയും എമ്മും ബിയും എന്നും ഇയും ചേർന്നതാണ് നമ്മുടെ ഇതിലെ വേർഡുകൾ ചേർന്നത് എന്ന് പറയുന്നത്. ഇതാണ് അതിനെ കുറിച്ച് പറയാനുള്ളത്, റോസ്റ്റർ ഫോമിലേക്ക് മാറ്റുന്നതിനെ കുറിച്ച്. അടുത്ത നേരെ തിരിച്ച് റോസ്റ്റർ ഫോമിൽ നിന്ന് നമുക്ക് എങ്ങനെ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് മാറ്റാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. 3 6 9 12 3 6 9 12 എന്നൊക്കെ പറയുന്നത് എന്താണ്? 3 6 9 12 എന്ന് പറയുന്നത് എന്താണ്? 3 6 9 12 എന്ന് പറയുന്നത് 3ന്റെ മൾട്ടിപ്പിളുകളാണ്. നമുക്ക് പല രീതിയിൽ അതിനെ പറയാം. അപ്പൊ അതിന് നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള ഒരു വാചകം എന്ന് പറയുന്നത് പോസിറ്റീവ് മൾട്ടിപ്പിൾസ് ഓഫ് 3 അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് നേച്ചുറൽ and x equal to x is multiple of 3, x is multiple of 3, comma x less than or equal to 12. ഞാൻ എഴുതിയിരിക്കുന്നതാണ്, ഞാനൊന്ന് വായിക്കാം. x is natural number, x natural number ആയിരിക്കണം, ഒരു കണ്ടീഷൻ. 2 x is multiple of 3, x 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെ മൾട്ടിപ്പിളുകൾ നമുക്ക് ഒക്കെ എഴുതാൻ പറ്റും, എല്ലാം എഴുതാൻ പറ്റും. അത് പറ്റില്ല, ഏതുവരെ പാടുള്ളൂ? 12 വരെ പാടുള്ളൂ. അപ്പോൾ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 എന്ന് എഴുതി നമ്മൾ നിർത്തണം. അടുത്തത് 5 25 125 625. അപ്പോൾ 5:1 5:2 ഇങ്ങനെയാണ് ഇത് പോണത്. 5:1 5:2 5:3 അങ്ങനെ എക്സെട്ര എന്ന് പറഞ്ഞിട്ടാണ് ഇത് പോണത്. അപ്പൊ നമുക്ക് അതിന് ഇങ്ങനെ എഴുതാം. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് x equal to 5:n, n equal to 1 2 3 4. അതായത് 5ന്റെ പവർ ആയിട്ട് 1 2 3 4 ഇട്ട് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 5:n എന്ന് പറയുമ്പോൾ 5:1 5 5:2 5:3 5:4 വരെ എഴുതിയാൽ മതി എന്നാണ് ആ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത്. 2 4 6 8 എക്സെട്ര. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, 2 4 6 8 എക്സെട്ര എന്ന് പറയുമ്പം സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് x ഈക്വൽ ടു
2n, n belongs to natural number. അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്താണ് സംഭവം? x ഈക്വൽ ടു 2n. x എന്ന് പറയുന്നത് 2 ഇൻറ്റു ഒരു സംഖ്യയാണ്. ഇപ്പൊ 2 ഇൻറ്റു 1 ആവാം, 2 ഇൻറ്റു 2 ആവാം, 2 ഇൻറ്റു 3 ആവാം, 2 ഇൻറ്റു 4, 5, 6, 7 അങ്ങനെ ഏത് നാച്ചുറൽ നമ്പർ വേണമെങ്കിലും കൊടുക്കാം. അതാണ് n ബിലോങ്സ് ടു n എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ റോസ്റ്റർ ഫോമിലേക്ക് അല്ലെങ്കിൽ റോസ്റ്റർ ഫോമിൽ നിന്ന് സെറ്റ് ബിൽഡർ ഫോമിലേക്ക് മാറ്റുന്ന രീതി എന്ന് പറയുന്നത്. അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് സെറ്റ് ഓപ്പറേഷനുകളാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയ ഉറപ്പായും ഒരു ചോദ്യം ചോദിക്കുന്ന ഒരു ഭാഗമാണ് സെറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. സെറ്റ് ഓപ്പറേഷൻസ് വളരെ എളുപ്പമാണ്. നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ കയ്യിൽ കാര്യം ഒതുങ്ങും. ഇവിടെ യു എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നിട്ടുണ്ട്. യു എന്ന് പറയുന്ന സെറ്റിന്റെ പേര് യൂണിവേഴ്സൽ സെറ്റ് എന്നാണ്. യു എന്ന് പറയുന്ന സെറ്റിനെ നമ്മൾ പേര് വിളിക്കുക. യു എന്ന് പറയുന്ന ആളുടെ പേരാണ് യൂണിവേഴ്സൽ സെറ്റ് എന്നാണ് യു എന്ന് പറയുന്ന ആളിനെ പേര് വിളിക്കുക. അപ്പോ എ യൂണിയൻ ബി കാണണം. യൂണിവേഴ്സലും ഇവിടെ യൂണിവേഴ്സൽ എന്നല്ല വായിക്കുക, ഇവിടെ യൂണിയൻ എന്നാണ് വായിക്കുക. ഇത് ഓപ്പറേഷൻ ആണ്, ഇത് സെറ്റിന്റെ പേരാണ്. അപ്പോൾ എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആണ്. യൂണിയൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേർത്ത് എഴുതുക, ഇന്റർസെക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ എഴുതുക. ഓർത്ത് വെക്കുക, യൂണിയൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേർത്ത് എഴുതുക, ഇന്റർസെക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേർത്ത് എഴുതുക, അല്ല കോമൺ എഴുതുക. അപ്പൊ യൂണിയൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചേർത്ത് എഴുതണം. അപ്പൊ യൂണിയൻ ചെയ്യാൻ പറയുമ്പോൾ ചേർത്ത് എഴുതുക. ആര് ചേർത്ത് എഴുതണം? എയും ബിയും ചേർത്ത് എഴുതണം. എയും ബിയും ചേർത്ത് എഴുതിയാൽ എയിലുള്ള എ യൂണിയൻ ബി എന്ന് പറയുമ്പം എയിലുള്ള 1, എയിലും ബിയിലും അല്ല ബിയിലുള്ള 2, എയിലും ബിയിലുള്ള 3, അങ്ങനെ 4, അങ്ങനെ 5, അങ്ങനെ 6, അങ്ങനെ 7 വരെ എഴുതി കഴിഞ്ഞാൽ എയും ബിയും കൂടി ചേർത്ത് കൂട്ടി കലർത്തി ഇരുത്തിയ പോലെ ആയിരിക്കും. അതായത് ക്ലാസ് എയും ക്ലാസ് ബിയും കൂടി കൂട്ടി കലർത്തി ഇരുത്തുന്ന പോലെ ഇരിക്കും. അപ്പൊ അതിൽ എല്ലാത്തിലും കുട്ടികളുണ്ടാവും. ഒരു കാരണവശാലും നമ്മൾക്ക് 2ലുള്ള ആളുകളെ 2 വട്ടം എഴുതാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ 1 ഓരോ വട്ടം മാത്രം എഴുതി നിർത്തിയിരിക്കുന്നത്. അടുത്തത് എ ഇന്റർസെക്ട് ബി. എ ഇന്റർസെക്ട് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എളുപ്പമാണ്. ഞാൻ പറഞ്ഞു എന്താ ഇന്റർസെക്ട്? കോമൺ എഴുതുന്നതാണ് ഇന്റർസെക്ട്. ചേർത്ത് എഴുതുന്നത് യൂണിയൻ, കോമൺ എഴുതുന്നത് ഇന്റർസെക്ഷൻ. അപ്പൊ കോമൺ എഴുതുക. ഇതിലും കോമൺ ആയിട്ടുള്ള ആളുകൾ 1, 3, 5 വരെ കോമൺ ഉള്ളൂ. അപ്പൊ കോമൺ എലമെന്റുകൾ മാത്രം എഴുതി കഴിഞ്ഞാൽ എ ഇന്റർസെക്ട് ബി ആയിട്ട് മാറി. അടുത്തത് എ മൈനസ് ബി ആണ്. എ മൈനസ് ബി വളരെ സിമ്പിൾ ആണ്. എ മൈനസ് ബി എന്ന് പറയുന്നത് എയിൽ നിന്ന് കോമൺ എലമെന്റുകൾ ഒഴിവാക്കിയിട്ട് ബാക്കി എഴുതിയാൽ മതി. എയിൽ നിന്ന് കോമൺ എലമെന്റുകൾ ഒഴിവാക്കുക. അപ്പം എ എന്ന് പറയുന്നത് 1, 3, 5, 7 ആണ്. അപ്പൊ അതിൽ കോമൺ എലമെന്റ് ആയ 1 ഒഴിവാക്കണം, കോമൺ എലമെന്റ് ആയ 3 ഒഴിവാക്കണം, കോമൺ എലമെന്റ് ആയ 5 ഒഴിവാക്കണം, ബാക്കി 7 മാത്രമേ കാണൂ. അപ്പോ എ മൈനസ് ബി എന്ന് പറയുന്നത് 7. ഞാനൊരു സംശയം തീർക്കാൻ വേണ്ടി ബി മൈനസ് എയും കൂടി വേണമെങ്കിൽ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ബി മൈനസ് എ കാണണമെങ്കിൽ ബിയിൽ നിന്ന് കോമൺ ഒഴിവാക്കുക. അപ്പൊ ബിയിൽ നിന്ന് കോമൺ ഒഴിവാക്കുമ്പം 1 ഒഴിവാക്കണം, 3 ഒഴിവാക്കണം, 5 ഒഴിവാക്കണം. ബാക്കി നമുക്ക് വരിക 2, 4, 6 എന്ന് പറയുന്ന എലമെന്റുകളാണ് വരിക. അതാണ് ബി മൈനസ് എ എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് വേണ്ടത് എ കോംപ്ലിമെന്റ് ആണ്. എന്താണ് എ കോംപ്ലിമെന്റ്? എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു എന്ന് പറയുന്ന ആളിൽ നിന്ന് എനെ ഒഴിവാക്കിയതാണ്. യു എന്ന് പറയുന്ന ആളിൽ നിന്ന് എനെ ഒഴിവാക്കിയതിന്റെ ബാക്കി. അപ്പൊ യു എന്ന് പറയുന്ന അതായത് യു മൈനസ് എ ആണ്. യു മൈനസ് എ. യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അതിൽ നിന്ന് ഒഴിവാക്കേണ്ടത് ആരെയാണ്? എ ആണ്. എ എന്ന് പറയുമ്പം 1, 3, 5, 7. അപ്പൊ നമ്മൾ ഇങ്ങനെ വെട്ടും. 1 പോവും, 3 പോവും, 5 പോവും, 7 പോവും. ബാക്കിയുള്ള 2, 4, 6, 8, 9, 10 എന്ന് പറയുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? എ മൈനസ് ബി എന്ന് പേര് വിളിക്കുന്നത്. സോറി, എ കോംപ്ലിമെന്റ് എന്ന് പേര് വിളിക്കുന്നു. ഇനി ഇതുപോലെ എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ആദ്യം എ യൂണിയൻ ബി കണ്ടുപിടിക്കുക. എ യൂണിയൻ ബി ചെയ്യാൻ രണ്ടും കൂടി ചേർത്ത് എഴുതുക. അതിന്റെ കോംപ്ലിമെന്റ് ആ എലമെന്റുകൾ ഒക്കെയും എന്തിൽ നിന്ന് ഒഴിവാക്കുക? യുവിൽ നിന്ന് ഒഴിവാക്കുക. എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ എ ഇന്റർസെക്ഷൻ ബി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ എലമെന്റുകളെല്ലാം എവിടെ നിന്ന് ഒഴിവാക്കുക?
യു എന്ന് പറയുന്ന എലമെന്റിൽ നിന്ന് യു എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ എ ഇന്റർസെക്ഷൻ ബിയുടെ കോംപ്ലിമെന്റ് ആയി. അടുത്തത് ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് റെപ്രസെന്റ് ഇൻ നമ്പർ ലൈൻ ഫോർ എക്സ് ബിലോങ്സ് ടു ആർ എന്നുള്ളതാണ്. ഈ എക്സുകളൊക്കെ റിയൽ നമ്പറുകളാണെങ്കിൽ നമ്മൾ എങ്ങനെ ഇവരെ നമ്പർ ലൈനിന്റെ മേലെ റെപ്രസെന്റ് ചെയ്യും എന്നതാണ് ചോദ്യം. അപ്പോ നമ്പർ ലൈന് നമ്മൾ വരയ്ക്കുന്നു. നമ്പർ ലൈൻ എന്ന് പറഞ്ഞ ഒന്നുമില്ല, ഒരു സ്ട്രെയിറ്റ് ലൈന്. ആ സ്ട്രെയിറ്റ് ലൈനിന്റെ മേലെ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്ന പോയിന്റുകൾ നമ്മൾ മാർക്ക് ചെയ്യുക. നമ്മുടെ സ്ലൈഡ് മാറിപ്പോയി അല്ലേ? സ്ലൈഡ് ഒരു പറഞ്ഞ കേൾക്കായി കേട്ടൊക്കെ ഉണ്ട്. ഓക്കെ, സ്ലൈഡിനെ നമ്മൾ അനുസരണം പഠിപ്പിക്കണം. ഓക്കെ, -1ഉം -2ഉം -1ഉം മാർക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ നോക്കുക, -1 ലെസ് ദാൻ, അപ്പൊ -1ന്റെ അവിടെ ഇങ്ങനെ ഒരു വട്ടം വരയ്ക്കാം. ലെസ് ദാൻ 2, അപ്പൊ 2ന്റെ അവിടെ ഒരു വട്ടം വരയ്ക്കാം. എന്നിട്ട് ഇവര് തമ്മിലുള്ള ഈ ഭാഗത്ത് ഷെയ്ഡ് ചെയ്ത് വെക്കുക. അതാണ് ഒന്നാമത്തെ ആൻസർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഇതേപോലെ തന്നെ -1 +2 -1ന്റെ അവിടെ ഒരു വട്ടം വരയ്ക്കുക, 2ന്റെ അവിടെ ഒരു വട്ടം വരയ്ക്കുക, ഇതിന്റെ ഇടയിലുള്ള മാർക്ക് ചെയ്യുക. ഒപ്പം -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പൊ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിമ്പിൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കളർ കൊടുക്കുക. ഓർ ഈക്വൽ ടു ഉണ്ടെങ്കിൽ ഈക്വൽ ടു ഉണ്ടെങ്കിൽ കളർ കൊടുക്കുക. ഇവിടെയും ഈക്വൽ ടു ഉണ്ട്, അപ്പോൾ ഇവിടെയും കളർ കൊടുക്കുക. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. മൂന്നാമത്തത് -1 2, -1ന്റെ അവിടെ വട്ടം വരച്ചു, 2ന്റെ അവിടെ വട്ടം വരച്ചു, -1ന്റെ അവിടെ -1നും 2നും ഇടയിലുള്ളത് കളർ കൊടുത്തു, 2ന്റെ അവിടെ ഈക്വൽ ടു ഉണ്ട്, അപ്പൊ അതിനും കളർ കൊടുത്തു, വേറെ എവിടെ കളർ കൊടുക്കാനില്ല, അപ്പൊ അതിന് ആൻസർ ആയി. അടുത്തത് നേരെ -1 2 വട്ടം വരച്ചു, ഇടയിലുള്ളത് കളർ കൊടുത്തു, -1ന്റെ അവിടെയാണ് ഈക്വൽ ടു ഉള്ളത്, -1ന്റെ അവിടെ മാത്രം വട്ടത്തിൽ നമ്മൾ കളർ കൊടുത്തു. ഇത്രയാണ് ഇന്റർവെൽ മാർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്. നമ്പർ ലൈനിന്റെ മേലെ ഇന്റർവെൽ മാർക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഈ ഇന്റർവെല്ലിനെ നമ്മൾ വേറൊരു രീതിയിലും കൂടി എഴുതും. അതിങ്ങനെയാണ്, ഈ ലെസ് ദാൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ഇന്റർവെൽ -1,2 എന്ന് എഴുതും. ഇവിടെയാണെങ്കിൽ ക്ലോസ്ഡ് ഇന്റർവെൽ 1,-1,2 എന്ന് എഴുതും. ഇവിടെയാണെങ്കിൽ ഓപ്പൺ ക്ലോസ്ഡ് ഇന്റർവെൽ എന്ന് എഴുതും. കാരണം രണ്ടിന്റെ അവിടെ ക്ലോസ്ഡ് ആണ്. അതായത് ഈ ലെസ് ദാനിന് നമ്മൾ ഉപയോഗിക്കുക ഈ സിമ്പിളും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ടെങ്കിൽ ഇങ്ങനെ കള്ളി പോലുള്ള ബ്രാക്കറ്റ് വേണം നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ ഇവിടെ -1 2നാകുമ്പോൾ -1 ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്, അപ്പൊ കള്ളിയുള്ളതും മറ്റതിൽ വളഞ്ഞിരിക്കുന്നതുമായ വരയ്ക്കും. ഇങ്ങനെ ഒരു റെപ്രസെന്റേഷൻ ഉണ്ട്. ഇത് നമ്പർ ലൈനിന്റെ മേലുള്ള റെപ്രസെന്റേഷൻ ആണ്. ഇത് ഇതിന്റെ തന്നെ മറ്റൊരു രൂപമാണ്. ഇത്രയാണ് നമുക്ക് അത് പറയാനുള്ളത്. ഇനി വെൻ ഡയഗ്രം വരയ്ക്കാനാണ്. എന്താണ് വെൻ ഡയഗ്രം? വെൻ ഡയഗ്രം എന്ന് പറയുന്നത് നമുക്ക് സെറ്റുകളെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് വെൻ ഡയഗ്രം. ചിത്രമാണ് വെൻ ഡയഗ്രം എന്ന് പറയുന്നത്. അപ്പോൾ A യൂണിയൻ B വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു കള്ളി വരയ്ക്കുക. ഇതിന്റെ അവിടെ യൂണിവേഴ്സൽ എന്ന് കാണിക്കാൻ U എന്ന് മാർക്ക് ചെയ്യുക. A മാർക്ക് ചെയ്യുക, B മാർക്ക് ചെയ്യുക. A യൂണിയൻ, അപ്പോൾ ഇയാൾ A ആണ്, ഇയാൾ B ആണ്. A യൂണിയൻ എന്ന് പറയുമ്പോൾ ഇവരെ എല്ലാവരും കളർ ചെയ്യുക, ചേർത്ത് എഴുതലാണ്. അപ്പോൾ A യൂണിയൻ, ഇതാണ് A യൂണിയൻ B എന്ന് പറയുന്നത്. അടുത്ത A യൂണിയൻ B കോംപ്ലിമെന്റ് എന്ന് പറയുമ്പം ഇതേ കാര്യം തന്നെ. ഈ വട്ടം വരച്ചതിന് ശേഷം ഇപ്പൊ വൈറ്റ് കാണുന്ന സ്ഥലങ്ങളിൽ റെഡും, റെഡ് കാണുന്ന സ്ഥലങ്ങളിൽ വൈറ്റ് ആക്കി മാറ്റാം. A ഇന്റർസെക്ഷൻ B എന്ന് പറയുമ്പം A വരച്ചു, B വരച്ചു. എക്കും ബിക്കും കോമൺ ആയി കാണുന്ന ഭാഗത്ത് നമ്മൾ കളർ കൊടുത്തു വെച്ചു. ഇതാണ് A ഇന്റർസെക്ഷൻ B എന്ന് പറയുന്നത്. A ഇന്റർസെക്ഷൻ ബിയുടെ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പം ഇവിടെ റെഡ് കാണുന്ന സ്ഥലത്ത് വൈറ്റ് നിലനിർത്തിയിട്ട് ബാക്കി കാണുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുക? ബാക്കി കാണുന്ന സ്ഥലത്ത് നമ്മൾ കളർ കൊടുക്കുക. അപ്പൊ A ഇന്റർസെക്ഷൻ ബിയുടെ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ റെഡ് കളറിൽ കൊടുത്ത കളർ കൊടുക്കാതിരിക്കുകയും ബാക്കി വൈറ്റ് കളർ കാണുന്ന ഭാഗത്ത് മുഴുവൻ കളർ കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ A ഇന്റർസെക്ഷൻ ബിയുടെ കോംപ്ലിമെന്റ് ആയി. ഇനി ഇതിൽ ഒരു കാര്യം കൂടി നമുക്ക് പറയാൻ ബാക്കിയുണ്ട്.
ആ കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പാഠം അവസാനിക്കുകയാണ്. സബ്സെറ്റുകളുടെ എണ്ണം. ഒരു സെറ്റിന്റെ ഉള്ളില് ഒരു സെറ്റില് 1, 2, 3 എന്ന് പറയുന്ന എലമെന്റുകൾ ഉണ്ട്. 1, 2, 3. അതിന് എത്ര സബ്സെറ്റുകൾ ഉണ്ടാവും എന്നതാണ് ചോദ്യം. എത്ര സബ്സെറ്റുകൾ ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ട കാര്യം എന്ന് പറയുന്നത് 2n സബ്സെറ്റുകൾ ഉണ്ടാവും എന്നുള്ളതാണ്. ഈ അടിയിൽ എപ്പോഴും 2 ആയിരിക്കും. n എന്ന് പറയുന്നത് ഇതിന്റെ എണ്ണമായിരിക്കും. അപ്പൊ ഇതിന് എത്ര സബ്സെറ്റുകൾ ഉണ്ട്? 2⁻3, അതായത് 8 സബ്സെറ്റുകൾ ഉണ്ട്. ഇനി എന്താണ് സബ്സെറ്റ് എന്നതാണ് പ്രശ്നം. എന്താണ് സബ്സെറ്റ്? കുട്ടി സെറ്റ്. 1, 2, 3 എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് ഉണ്ടാക്കുന്ന കുട്ടികളൊക്കെയാണ് നമ്മൾ കുട്ടി സെറ്റുകൾ അഥവാ സബ്സെറ്റുകൾ എന്ന് പേര് വിളിക്കുക. അപ്പൊ അതിന്റെ കുട്ടി സെറ്റുകൾ എന്ന് പറയുന്നതിൽ ആദ്യത്തെ കുട്ടി സെറ്റ് എന്ന് പറയുന്നത് ആരും എലമെന്റുകളായിട്ടില്ലാത്ത സെറ്റാണ്. നൾ സെറ്റ് എന്നൊരു പേരുള്ള ഒരു സെറ്റ്, കുട്ടി സെറ്റ്, ഫസ്റ്റത്തെ കുട്ടി സെറ്റ്. അടുത്തത് ഒരെലമെന്റ് മാത്രമുള്ള, അതായത് 1 മാത്രമുള്ള, 2 മാത്രമുള്ള, 3 മാത്രമുള്ള സെറ്റുകൾ. അടുത്തത് 2 എലമെന്റുകൾ വീതം എന്നുള്ളത്, അതായത് 1, 2 മാത്രമുള്ള, 1, 3 മാത്രമുള്ള, 2, 3 മാത്രമുള്ള സെറ്റ്. അടുത്തത് 3 എലമെന്റുകളുള്ള. അപ്പൊ നിങ്ങൾ വിചാരിക്കും ആ സെറ്റ് തന്നെയല്ലേ? അതെ, ഒരു സെറ്റ് ആ സെറ്റിന്റെ തന്നെ സബ്സെറ്റ് ആണ്. ഒരു സെറ്റിന്റെ ഏറ്റവും ചെറിയ സബ്സെറ്റ് നൾ സെറ്റും വലിയ സബ്സെറ്റ് ആ സെറ്റും തന്നെയായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന 4 മാർക്കാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് സ്കിപ്പ് അടിക്കാതെ കാണുക, എന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചെയ്തു തീർക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.